So good morning class. ഇത് ഓൺ കില്ലിങ് എ ട്രീ ബൈ ജീവ് പട്ടേൽ. ആ ഒരു പോമിൻ്റെ എക്സ്പ്ലനേഷനാണ് മിസ് ഈ ഒരു ഓഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. നമ്മുടെ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസിൻ്റെ എൻഡ് പേജ് നമ്പർ 61 ഈ പോമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ജീവ് പട്ടേലിനെ കുറിച്ചൊന്ന് നോക്കാം. അപ്പം നിങ്ങളുടെ പേജ് നമ്പർ 63 ഒരു കുഞ്ഞു ബോക്സിനകത്ത് നോട്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. So Jeev Patel is one of the Parsi quartet of Indian English poetry, and the other three are Adil Juzawala, KKN Daruwala and Kersedi Katrak. അപ്പോൾ ജീവ് പട്ടേൽ എന്ന് പറയുന്നത് പാർസി ക്വാർട്ടറ്റ് എന്നും പറഞ്ഞ് 4 പോയറ്റ്സ് അറിയപ്പെടുന്നുണ്ട്. പാഴ്സി റൈറ്റേഴ്സാണ് ഇവരെല്ലാവരും. അപ്പോൾ അതിൽ 4-ൽ ഒരാളാണ് ആര്, നമ്മുടെ ജീവ് പട്ടേൽ എന്ന് പറഞ്ഞ റൈറ്റർ. അപ്പം 4 പേര് ബാക്കി ആരൊക്കെയാണ്? ആദിൽ ജുസാവാല, KKN ദാരുവാല ആൻഡ് കെർസേഡി കത്രക് ആൻഡ് ജീവ് പട്ടേൽ. ഇവർ 4 പേരെയാണ് പാർസി ക്വാർട്ടറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വാർട്ടറ്റ് എന്ന് വെച്ചാൽ മീനിങ് 4 എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ പാർസി റൈറ്റേഴ്സാണ് ഇവർ 4 പേരും. അപ്പോൾ ഇവരെ 4 പേരെ അറിയപ്പെടുന്നത് എന്താണ്? പാർസി ക്വാർട്ടറ്റ് എന്നാണ്. അപ്പോൾ അതിൽ ജീവ് പട്ടേൽ വരുന്നുണ്ട്. അപ്പോൾ ജീവ് പട്ടേൽ എന്ന് പറയുന്നത് ഹീസ് എ പോയറ്റാണ്, ആക്ടറാണ്, ഹീസ് എ പ്ലേ റൈറ്റ് ആൻഡ് ഓൾസോ എ പെയിൻറ്റർ ആൻഡ് ഹീ ഈസ് ഓൾസോ എ പ്രാക്ടീസിങ് ഫിസിഷ്യൻ ആണ്. മുംബൈയിലാണ് താമസം. ആൻഡ് ഹീ ഈസ് നോൺ ആസ് എ പെയിൻറ്റർ പോയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പെയിൻറ്റർ പോയറ്റ്, അതായത് ഇദ്ദേഹം പടം വരയ്ക്കുകയും ചെയ്യും, അതുപോലെ തന്നെ അദ്ദേഹം പോയം എഴുതുകയും ചെയ്യും. ഓക്കെ, പടം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇവർ ഈ ചില ഇപ്പോഴത്തെ എല്ലാം നിങ്ങൾ ഇൻസ്റ്റഗ്രാം പോംസ് ഒക്കെ നോക്കുമ്പോഴേ ഇൻസ്റ്റഗ്രാം പോംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ രൂപി കൗർ, നികിത ഗിൽ അങ്ങനെയൊക്കെ ഉള്ള പോയറ്റ്സിനെ എടുത്ത് നോക്കുമ്പോൾ അവർ തന്നെ എസ്പെഷ്യലി രൂപി കൗർ ഇൻഡോ കനേഡിയൻ ആണ് റൈറ്റർ. അപ്പം ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ചില കോഡ്സ് ഒക്കെ കാണുമ്പോഴുണ്ടല്ലോ, ഈ രൂപി കൗർ പഞ്ചാബിയാണ് കേട്ടോ, എന്നിട്ട് അവർ കാനഡയിൽ പോയി സെറ്റിൽഡ് ആയതാണ്. അപ്പോൾ അവരുടെ പോംസൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എഴുതുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇല്ലസ്ട്രേഷൻസും കാണും. അതായത് ഇപ്പോൾ അവരൊരു ഫീമെയിൽ ബോഡിയെക്കുറിച്ചൊക്കെയാണ് എഴുതുന്നതെങ്കിൽ അവരുടെ മോസ്റ്റ് ഓഫ് ദി പോംസ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ഫീമെയിൽ ബോഡി, ഫീമെയിൽ സബ്ജക്റ്റിവിറ്റി, അതൊക്കെ ആയിരിക്കും. അതായത് ഫീമെയിൽ എംപവർമെൻറ്റ് അതൊക്കെയാണ് ഉള്ളത്. അപ്പം അവർ എഴുതുന്ന പോമിന് വേണ്ടിയുള്ള അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇല്ലസ്ട്രേഷനും അല്ലെങ്കിൽ ഒരു ഡ്രോയിങ്ങും അവരുടെ പോയത്തിനോട് അടുപ്പിച്ച് കാണും. ഓക്കെ, അപ്പം ഇവരെയൊക്കെ നമുക്ക് പെയിൻറ്റർ പോയറ്റ്സ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഒരാളാണ് ഈ നമ്മുടെ ജീവ് പട്ടേൽ. അദ്ദേഹം പെയിൻറ്ററുമാണ്, അദ്ദേഹം പോയറ്റും കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഭരതൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹമൊക്കെ പെയിൻറ്ററായിരുന്നു. അതായത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഫിലിംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൈശാലി പോലുള്ളൊക്കെ ഫിലിമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ അദ്ദേഹം തന്നെ പെയിൻറ്റ് ചെയ്തിരുന്നു. അതായത് നമ്മൾ ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി സീൻസൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ ഡയറക്ടറിൻ്റെ പേര്, റൈറ്റേഴ്സിൻ്റെ പേര്, പിന്നെ അല്ലാതുള്ള ടെക്നീഷ്യൻസിൻ്റെയൊക്കെ പേരൊക്കെ എഴുതുമ്പോൾ എഴുതി കാണിക്കത്തില്ലേ TV-യിൽ, അപ്പോൾ അതിൽ ഓരോ പെയിൻറ്റിങ്സും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരച്ചത് ഈ ഭരതൻ എന്ന് പറഞ്ഞ നമ്മുടെ ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ പെയിൻറ്റേഴ്സും കൂടെയാണ്, അത് എന്താണ് നല്ല ആർട്ടിസ്റ്റും കൂടെയാണ്, റൈറ്റേഴ്സും കൂടെയാണ്. അപ്പം ഈ ജീവ് പട്ടേലും അതുപോലെ ഒരാളാണ്, പെയിൻറ്ററുമാണ് റൈറ്ററുമാണ്. അപ്പം പെയിൻറ്റർ പോയറ്റ് എന്നാണ് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. സോ ഈ ഒരു പെയിൻറ്റിങ്ങും അദ്ദേഹത്തിന് സ്കില്ലുള്ളത് കൊണ്ട് ക്രിയേറ്റീവ് റൈറ്റിങ്ങും ഇദ്ദേഹത്തിന് കുറച്ചും കൂടി എന്താ പറയുക, നല്ല എഫക്റ്റീവായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നേച്ചർ റിലേറ്റഡ് ആണ്. ഓക്കെ, ഇദ്ദേഹം ഗ്രീൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റിനൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരാളാണ്, പോയറ്റാണ്. അതായത് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, കൺസർവ് ചെയ്യണം, അങ്ങനെയുള്ള നേച്ചർ തീംസ് ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ പോയട്രിക്കകത്ത് മൊത്തവും വരുന്നത്. ആൻഡ് ഹി വാസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഗ്രീൻ മൂവ്മെൻറ്റ്, അത് മിസ് വിക്കിപീഡിയ എന്ന് പറയുവാണ്. ഓക്കെ, അപ്പം പിന്നെ ഇദ്ദേഹത്തിൻ്റെ പോംസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ സിറ്റുവേഷനെ കുറിച്ച്, ഓർഡിനറി പീപ്പിളിനെ കുറിച്ച്, നമുക്കൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് ഇദ്ദേഹത്തിൻ്റെ. നേച്ചറിനെ കുറിച്ച്, ട്രീസിനെ കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനകത്ത് മേജറായിട്ടും വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മറ്റേ നമ്മുടെ തോട്ട്സ് ഓഫ് അവർ ടൈംസ് പഠിച്ചപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി. വേറൊന്നുമല്ല, നമ്മളെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ അധികം അങ്ങോട്ട് നോട്ടീസ് ചെയ്തു. പക്ഷേ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രൊഡക്ടറി പാർട്ട് നല്ലപോലെ ഒന്ന് നോക്കി വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ മാർക്ക് കൊണ്ട് കളയരുത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാർസി ക്വാർട്ടറ്റ് എന്താണെന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ 2-3 പോംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും നോക്കിക്കൊള്ളണം. ഹിസ് മേജർ വർക്ക്സ് ഇൻക്ലൂഡ്സ് പോംസ് 1966. പോംസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് പോംസ് ആണ് കേട്ടോ, അതാണ് ആ ടൈറ്റിൽ പോംസ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. പിന്നെ ഹൗ ഡു യു വിത്ത്സ്റ്റാൻഡ് ബോഡി 1976 പബ്ലിഷ് ചെയ്ത ഒരു മേജർ വർക്കാണ്. ഓക്കെ, ഇതെല്ലാം പോംസ് ആണ്. അപ്പം
അദ്ദേഹത്തിൻ്റെ വേറെ കുറച്ച് പോയിന്റ്സും കൂടെ മിസ് ഒന്ന് നോക്കട്ടെ, പറഞ്ഞുതരാം. അപ്പോൾ ഗ്രീൻ മൂവ്മെൻറ്റിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതായത് നേച്ചറിനെ കുറിച്ചുള്ള കൺസേൺസ് ആണ് അദ്ദേഹത്തിൻ്റെ പോംസിനകത്ത് മൊത്തം ഉള്ളത്, ആൻഡ് ഹ്യൂമൻ ബീങ്സിൻ്റെ ക്രൂവൽറ്റി ടുവേർഡ്സ് നേച്ചർ. സോ ഇത് രണ്ടുമാണ് ഇദ്ദേഹത്തിൻ്റെ തീംസ് എന്ന് പറയുന്നത്. ആൻഡ് ഓർഡിനറി പീപ്പിളിന് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. പിന്നെ പിന്നെ മിററിംഗ് എന്ന് പറഞ്ഞൊരു പോം കൂടി അദ്ദേഹത്തിനുണ്ട്. അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ല, ഇത് പക്ഷേ ഞാൻ അല്ലാതെ പറഞ്ഞേക്കുവാണ്. ആൻഡ് പ്ലേ റൈറ്റും കൂടെയാണെന്ന് മിസ് പറഞ്ഞില്ലേ. അപ്പം ഇദ്ദേഹത്തിൻ്റെ വേറെ 2-3 പ്ലേസ് ആണ്. ടൈറ്റിൽഡ് പ്രിൻസസ്, സവസ്ക, മിസ്റ്റർ ബേറാം. ഇത് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി ഇതൊക്കെ കേട്ടോ. അപ്പം പോംസ്, ഹൗ ഡു യു വിസ്റ്റാൻഡ് ബോഡി, ഇതൊക്കെയാണ് മേജറായിട്ടുള്ള പോംസ്. ഇതൊക്കെ കളക്ഷൻ ഓഫ് പോംസ് ആണ് കേട്ടോ. പിന്നെ നേച്ചർ കൺസേൺസും അല്ലെങ്കിൽ പിന്നെന്താണ് ഹ്യൂമൻ ബീങ്സിൻ്റെ ക്രൂവൽറ്റി ടുവേർഡ്സ് നേച്ചറാണ് അദ്ദേഹത്തിൻ്റെ പോംസിനകത്ത് വരുന്ന തീം എന്ന് പറയുന്നത്. ഇത്രയാണ് നിങ്ങൾ ജസ്റ്റ് പോയറ്റിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ട സംഭവം. അപ്പോൾ ഈ ഒരു പോമിനെ കുറിച്ച് ഒരു കുഞ്ഞൊരു തീം പോലെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നോട്ട്സിനകത്ത്. എന്താണ്? ഇൻ ദ പോം ഓൺ കില്ലിംഗ് എ ട്രീ, പട്ടേൽ ടോക്സ് അബൌട്ട് ഇറ്റ്. പട്ടേൽ എന്ന് വെച്ചാൽ ആരാണ്? ജീവ് പട്ടേൽ. സ്പെല്ലിംഗ് നോക്കിക്കോളണം, GIEVE എന്നാണ്. ഓക്കെ, ജീവ് പട്ടേൽ ടോക്സ് അബൌട്ട് ഹൗ മച്ച് ടൈം ഈസ് നീഡഡ് ടു ആക്ച്വലി കിൽ എ ട്രീ, അല്ലെങ്കിൽ ആക്ച്വലി ഡിസ്ട്രോയ് എ ട്രീ. എത്രമാത്രം സമയം വേണ്ടി വരും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ട്രീയെ നമ്മൾ കൊല്ലുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് അദ്ദേഹം ഇവിടെ ഒരു പോയത്തിനകത്ത് കൊടുത്തേക്കുന്നത്. അതായത് ഹൗ മച്ച് ടൈം ഇസ് നീഡഡ് ടു ആക്ച്വലി ഡിസ്ട്രോയ് എ ട്രീ ബൈ എ ഹ്യൂമൻ. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരു ട്രീയെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം, അല്ലെങ്കിൽ എന്തുമാത്രം സമയമെടുത്ത് നമുക്കൊരു ട്രീയെ നശിപ്പിക്കാം, അത് എന്തുമായിട്ട് ഡീൽ ചെയ്യുകയാണ്? ഇതൊരു നേച്ചർ പോയമാണ്. ആൻഡ് മാൻസ് ക്രൂവൽറ്റി ടുവേർഡ്സ് ഡിസ്ട്രോയിങ് നേച്ചറാണ് ഇവിടുത്തെ തീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇദ്ദേഹം പറയുന്നത് നമുക്ക് എങ്ങനെ, ഹൗ ക്യാൻ വി കട്ട് എ ട്രീ, അല്ലെങ്കിൽ ഹൗ ക്യാൻ വി ഡിസ്ട്രോയ് എ ട്രീ, ഹൗ മച്ച് ടൈം വി നീഡഡ്, അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുവാണ്, മിയർ കട്ടിംഗ് ഡൗൺ ഡസ് നോട്ട് കിൽ ദ ലൈഫ് ഓഫ് എ ട്രീ. അതായത് വെറുതെ കട്ട് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് ട്രീയെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഇറ്റ് വിൽ സിംപ്ലി ഗ്രോ ബാക്ക്. അതായത് നോർമലായിട്ട് ഇപ്പോൾ നമ്മളൊരു ട്രീയെ വെട്ടി നശിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിയറായിട്ട് ചുമ്മാ ഈസി ആയിട്ട് ഒരെണ്ണത്തിനെ കട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നെ എന്ത് ചെയ്യും? അത് പിന്നെയും തിരിച്ച് വളർന്നു വരും. ഓക്കെ, സോ എങ്ങനെ നമ്മളൊരു ട്രീയെ കൊല്ലണം എന്നാണ് പറയുന്നത്. കൊല്ലണം എന്നാണ് പറയുന്നത് ആസ് ഇഫ് ദ ട്രീ ഈസ് കമ്പയർഡ് ടു എ ഹ്യൂമൻ ബീങ്. അതായത് ഇവിടെ ഒരു പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം, നമുക്കൊരു ലിറ്റററി ഡിവൈസ് ഉണ്ട്, പേഴ്സോണിഫിക്കേഷൻ. നമ്മൾ സിമിലി മെറ്റഫറൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, അതുപോലൊരു സംഭവമാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹ്യൂമൻ ബീങ്ങിന് ഒരു ട്രീ ഇവിടെ ട്രീയെ ഈസ് ബീങ്, ദ പോയിറ്റ് ഇസ് കമ്പയറിങ് എ ട്രീ അല്ലെങ്കിൽ ഡിസ്ട്രോയിങ് എ ട്രീ ടു ദി കില്ലിംഗ് ഓഫ് എ ഹ്യൂമൻ. അതായത് ഒരു ട്രീയെ കൊല്ലുക എന്നാണ്. നമ്മൾ ഒരിക്കലും ട്രീയെ കൊല്ലുക എന്ന് പറയില്ല, നമ്മൾ ട്രീയെ വെട്ടുക, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയത്തുള്ളൂ, കട്ട് ചെയ്യുക എന്നേ നമ്മൾ പറയത്തുള്ളൂ, അല്ലേ? പക്ഷേ ഇവിടെ അദ്ദേഹം യൂസ് ചെയ്തേക്കുന്ന വേർഡ് കില്ലിംഗ് എന്നാണ്. ദാറ്റ് മീൻസ് കില്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ബേർഡ്സ്, ആനിമൽസ്, അല്ലെങ്കിൽ ലിവിങ് ബീങ്സിന്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ കാര്യത്തിലൊക്കെയാണ് നമ്മൾ കിൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു പേഴ്സോണിഫിക്കേഷനാണ് നടക്കുന്നത്. പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ഫീലിങ്സ് ടു നോൺ ലിവിങ് തിങ്സ്. അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പെർസ്പെക്റ്റീവ്സിനെ നമ്മൾ നോൺ ലിവിങ് തിങ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ് ഈ കില്ലിങ്, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ലിവിങ് തിങ്സിൻ്റെ കൂടെയാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം ട്രീ എന്നുള്ള ഈ ഒരു ഇതിൻ്റെ കൂടെ കില്ലിങ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. അപ്പോൾ അതൊരു ഹ്യൂമൻ ഇമോഷനാണ്, അല്ലേ? അതൊക്കെ ഹ്യൂമനിലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ കില്ലിങ് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അത് ട്രീയുടെ കൂടെ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കവിടെ പേഴ്സോണിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ ഹൗ ഷുഡ് വി കിൽ എ ട്രീ? അദ്ദേഹം എന്താ പറയുന്നത്? മിയർ കട്ടിംഗ് ഡൗൺ എ ട്രീ വിൽ നോട്ട് കിൽ, വിൽ നോട്ട് ഡിസ്ട്രോയ് എ ട്രീ. വൈ? ബിക്കോസ് ഇറ്റ് വിൽ സിംപ്ലി ഗ്രോ ബാക്ക്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പുള്ളിങ് ഔട്ട് ദ റൂട്ട്സ് കംപ്ലീറ്റ്ലി ഫ്രം ദ സോയിൽ ഓർ അതർ മെത്തേഡ്സ് ലൈക്ക് ബേണിംഗ് ഇസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ഡിസ്ട്രോയ് ദ ട്രീ. അപ്പോൾ എന്തൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത്? ഒന്നുകിൽ ട്രീയുടെ റൂട്ട്സ് പുൾ ഔട്ട് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. വൈ? ബിക്കോസ് റൂട്ട്സിലാണ് ട്രീയുടെ ജീവൻ ഇരിക്കുന്നത്, അല്ലേ? ലൈഫ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി റൂട്ട്സ് ആൻഡ് ദാറ്റ് ഈസ് ഇൻസൈഡ് ദി സോയിൽ. സോ വി മസ്റ്റ് പുൾ ഔട്ട് ദ റൂട്ട്സ് ഇൻ ഓർഡർ ടു ഡിസ്ട്രോയ് ദി ട്രീ കംപ്ലീറ്റ്ലി. വി മസ്റ്റ് പുൾ ഔട്ട് ദി റൂട്ട്സ് ആൻഡ് ദെൻ പിന്നെന്താണ്? ഓർ യൂസ് അനദർ മെത്തേഡ് ലൈക്ക് ബേണിംഗ് എ ട്രീ. അതായത് തീയെ കത്തി നശിപ്പിക്കാം.
അപ്പോൾ ഈ രണ്ട് ടെക്നിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം വെറുതെ കട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ സിംപ്ലി ഗ്രൂ ബാക്ക്. സോ യൂസ് അതർ ടെക്നിക്സ് ലൈക്ക് കുറച്ചും കൂടി ഇൻഹ്യൂമൻ ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുക. എന്താണ്? പുള്ളിങ് ഔട്ട് ദ റൂട്ട്സിനെ നല്ലപോലെ നശിപ്പിച്ച് അതിനെ വെളിയിലെടുത്തിടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ബേൺ ചെയ്യുക ട്രീയെ. അപ്പോൾ ഇത് രണ്ടുമാണ് അദ്ദേഹം യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ച് ക്രൂവൽ അല്ലെങ്കിൽ കുറച്ച് ക്രൂവലായിട്ടുള്ള ഇമേജസ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ജീവ് പട്ടേൽ എന്നുള്ള പോയിറ്റ്. അത് എന്തിനാണ് കാണിക്കുന്നത്? ടു ഷോ ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ സച്ച് ക്രൂവൽ പീപ്പിൾ, അല്ലെങ്കിൽ സച്ച് ക്രൂവൽ ബീയിങ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതായത് അവർ ഇൻഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് നേച്ചർ. നമുക്ക് നേച്ചറുമായിട്ടുള്ളൊരു ഇൻഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്, അതായത് നമ്മൾ നേച്ചറുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്ന ഒരുമാതിരി ഇൻഹ്യൂമൻ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ നേച്ചറിനെ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഓൺ കില്ലിങ് എ ട്രീ, അങ്ങനെയാണ് അദ്ദേഹം ആ പോം ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. ഓൺ കില്ലിങ് എ ട്രീ എന്നാണ്, നോട്ട് ജസ്റ്റ് ഓൺ കട്ടിങ് എ ട്രീ എന്നൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. ഓൺ കട്ടിങ് ഡൗൺ എ ട്രീ എന്നല്ല, ഓൺ കില്ലിങ് എ ട്രീ. സോ വൈ ഡിഡ് ഹി യൂസ് എ വേർഡ് കില്ലിങ് ദെയർ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം, അതായത് ട്രീയും ഒരു ലിവിങ് ബീയിങ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് നേച്ചർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മദർ നേച്ചർ. സോ മദർ നേച്ചറാണ് നമ്മളെ ലിവിങ് ബീയിങ്സിനെ നേർച്ചർ ചെയ്യുന്നത്, പ്രിസർവ് ചെയ്യുന്നത്, അല്ലേ? മദർ നേച്ചറാണ് നമ്മളെ ഗിഫ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റാണ് മദർ നേച്ചർ എന്ന് പറയുന്നത്, അല്ലേ? സോ നേച്ചറാണ് നമുക്ക് ഓക്സിജനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടുന്ന റിസോഴ്സസ് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നു, ആൻഡ് ദെൻ വി ആർ ട്രീറ്റിംഗ് ഹർ ക്രൂവലി. സോ ആ ഒരു ക്രൂവൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമൻ ബീയിങ്സിനെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അദ്ദേഹം. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു അതുപോലൊരു റൈറ്ററാണ്, അല്ലെ ഒരു ഗ്രീൻ റൈറ്റർ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിനെ പറയാം, അതായത് നേച്ചർ റൈറ്ററാണ് അദ്ദേഹവും. ഓക്കെ, അപ്പം നേച്ചറിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോംസിലൂടെ സംസാരിക്കുന്നത്. സോ ദിസ് പോം ക്യാൻ ബി കോൾഡ് എസ് എൻ ഐറോണിക്കൽ പോം എന്നാണ് നമ്മൾ പറയുന്നത്. ഐറോണിക്കൽ പോം എന്നാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്? ഹൗ ടു കിൽ എ ട്രീ പ്രോപ്പർലി, അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് ആണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു നേച്ചർ റൈറ്റർ ആണെങ്കിൽ ഹി വിൽ ബി ഓൾ അഡ്വൈസിങ്, ഹി ഓർ ഷി വിൽ ബി അഡ്വൈസിങ് നോട്ട് ടു ഡു സച്ച് ആൻഡ് സച്ച് തിങ്സ്, നോട്ട് ടു ഡു ദിസ് തിങ്, നോട്ട് ടു ഹാം നേച്ചർ, ഇങ്ങനെയായിരിക്കും പറയുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത്. ഹൗ ടു കിൽ എ ട്രീ എന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഐറോണിക്കൽ എന്ന് പറയുന്നത്. ഐറോണിക്കൽ ഇൻ ദ സെൻസ് ദാറ്റ് അതിനെ ഓപ്പോസിറ്റ്, അതായത് എന്ത് ചെയ്യരുത് എന്നാണ്, അതായത് എന്ത് ചെയ്യരുത്, ഇത് അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ പറഞ്ഞേക്കുന്നത്, ഇവിടെ എന്താണ് അദ്ദേഹം റിയലായിട്ട് മീൻ ചെയ്തേക്കുന്നത്? നമ്മൾ എന്തുമാത്രം ക്രൂവലാണ്, നമ്മൾ എന്തുമാത്രമാണ് ഇട്ട് ദ്രോഹിക്കുന്നത് നേച്ചറിനെ. ഇത് അദ്ദേഹം പിന്നെ ഇൻഡയറക്ട്ലി പറഞ്ഞേക്കുവാണ് ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറഞ്ഞത്. അതായത് ഐറോണിക്കലായിട്ടാണ് ഇവിടെ ഡീൽ ചെയ്തേക്കുന്നത്. ഇദ്ദേഹം ചെയ്യരുത് എന്നല്ല പറഞ്ഞേക്കുന്നത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ട്രീയെ നമുക്ക് കൊല്ലാൻ പറ്റും എന്ന് ഐറോണിക്കലായിട്ട് പറഞ്ഞേക്കുവാണ്. ഓക്കെ, അതാണ് ഇവിടെ ഐറോണിക്കൽ എന്നുള്ള രീതിയിൽ, ഐറോണിക്കൽ പോം എന്ന് നമുക്ക് ഇതിനെ പറയാം. ആൻഡ് ദ സ്റ്റെപ്സ് ഡിസ്ക്രൈബ് ബൈ ഹിം ആർ ക്രൂവൽ ആൻഡ് ഇൻഹ്യൂമൻ. അതായത് നമ്മുടെ ക്രൂവലായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സാണ് ഇവിടെ. പുൾ ഔട്ട് ദ ട്രീസ്, ബേൺ ഇറ്റ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്, അല്ലേ? ഓൺ കില്ലിങ് എ ട്രീ എന്നൊക്കെയുള്ള വേർഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് ഒരു ക്രൂവൽ സൈഡ് ഓഫ് മാൻ, അതാണ് ഇവിടെ അദ്ദേഹം കാണിച്ചേക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള ഇൻഹ്യൂമൻ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ നേച്ചറുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ the poem is not exactly about killing a tree. The poet is indirectly asking us not to harm nature. അതാണ് ഇവിടെ ഐറോണിക്കൽ എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ പോയം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പോയിട്ട് പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്താൽ മതി, ട്രീനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും. പക്ഷേ അവിടെ അദ്ദേഹം റിയലായിട്ട് എന്താണ് മീൻ ചെയ്യുന്നത്? നോട്ട് ടു ഹാം നേച്ചർ, അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു ഐറോണിക്കലായിട്ടൊരു സ്റ്റാൻസ് എടുത്തത്? ടു ഇൻവോക്ക് സിമ്പത്തി ഇൻ us, അതായത് സിമ്പത്തി നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതായത് ദ പോയിറ്റ് ഇസ് ട്രൈങ് ടു ഇൻവോക്ക് സിമ്പത്തി ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ടു ആൻഡ് ടു എറൗസ് പിറ്റി ഫോർ ട്രീസ് ഇൻ ദ ഹാർട്ട് ഓഫ് റീഡേഴ്സ്. അതായത് റീഡേഴ്സിൻ്റെ മൈൻഡിൽ, ഇത് വായിക്കുന്ന ആളുകളെങ്കിലും ഭാവിയിൽ ട്രീസിനെയോ നേച്ചറിനെയോ ഹാം ചെയ്യരുത്, നമ്മുടെ ഉള്ളിലൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ, നമ്മുടെ ഉള്ളിൽ നേച്ചറിനോട് അല്ലെങ്കിൽ ട്രീസിൻ്റെ അടുത്തൊരു പിറ്റി, അതായത് ഒരു സിമ്പത്തി, അലിവ്, ദയ തോന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ക്രൂവലായിട്ടുള്ളൊരു ഇമേജൊക്കെ യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു പോം എഴുതിയത്. ഓക്കെ, സോ ഇതാണൊരു ഇൻട്രൊഡക്ടറി പാർട്ട്. ആൻഡ് ദ പോം ഓൾസോ ക്രിട്ടിക്സ് ദ മോഡേൺ വേൾഡ്, അല്ലെങ്കിൽ മോഡേൺ ഹ്യൂമൻ ബീയിങ്സ് ഹു ഡിസ്ട്രോയ് നേച്ചർ ബൈ മാസ് കില്ലിംഗ് ദ ട്രീസ് ഫോർ ദെയർ ഓൺ പേഴ്സണൽ ബെനിഫിറ്റ്സ്. ഇതൊന്നും ടെക്സ്റ്റിലില്ല, മിസ് അല്ലാതെ പറയുവാണ്. പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടി മോഡേൺ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ മോഡേൺ വേൾഡ് ട്രീസിനെ, നേച്ചറിനെ ഹാം ചെയ്ത് നശിപ്പിക്കുന്നു. ഓക്കെ, സോ ദ ട്രീ വിച്ച് ഹാസ് സർവൈവ്ഡ് ഏജസ് ഈസ് അപ്രൂട്ടഡ് ആൻഡ് മേർഡേർഡ് ബൈ ഡ്രൈയിങ് ഇറ്റ്. അതായത് ഒരു ട്രീ എത്ര വർഷം വേണ്ടി വരും? ഒരു ചെടി, ഒരു മരമാവാൻ എത്ര വർഷം വേണ്ടി വരും, അല്ലേ? എന്തുമാത്രം സൺലൈറ്റും വാട്ടറും എന്തുമാത്രം റെയിനിനെയൊക്കെ അതിജീവിച്ചിട്ടായിരിക്കും ഒരു ട്രീ അല്ലെങ്കിൽ ഒരു ചെടി മരമായി മാറുന്നത്. ആൻഡ്
എ ട്രീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോം ടു എ നമ്പർ ഓഫ് ആനിമൽസ് അല്ലെങ്കിൽ എ നമ്പർ ഓഫ് ബേർഡ്സ് അല്ലേ. അപ്പോൾ ഒരു ട്രീ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ വി ആർ അഗെയിൻ ഹാമിങ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് ടു. ഒരു ട്രീയിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. അത് ബേർഡ്സിനും ആനിമൽസിനും പിന്നെ ഇതാണ് അത്. ആൻഡ് ഇറ്റ് ഗിവ്സ് എസ് ഷെയ്ഡ് അല്ലേ. ആൻഡ് ഇറ്റ് ഓൾസോ എന്താ പറയുക, ട്രീ ഇറ്റ് റിലീസസ് ഓക്സിജൻ അല്ലേ. പിന്നെ ഇറ്റ് എന്താ പറയുക, ഇറ്റ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. പിന്നെ അങ്ങനെ കുറേ യൂസസ് ആണ് നമുക്കൊരു ട്രീക്കുള്ളത് അല്ലേ. ആൻഡ് എ പ്ലാന്റ് എന്ന് പറയുന്നത് ടേക്ക് മെനി ഇയേഴ്സ് ടു ഗ്രോ ആൻഡ് ബിക്കം എ ട്രീ. അപ്പോൾ അത്രയും ആ ട്രീയുടെ ആ ഒരു ലൈഫിനെ തന്നെ ഒരൊറ്റ വെട്ടിനുള്ളിൽ നമ്മളങ്ങ് തീർക്കുവാണ്. ആരാ തീർക്കുന്ന? ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ അത്രയും ആ ഒരു വർഷത്തെ ഷെയ്ഡും ഓക്സിജനും ഫ്രൂട്ട്സും പിന്നെ പ്ലാന്റ്സ് ബാക്കിയുള്ള ബേർഡ്സിനും ആനിമൽസിനും ഒക്കെ കിട്ടുന്ന ആ ഒരു ഹാബിറ്റായിട്ട് പോലുമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഒരൊറ്റ കട്ടിൽ, ആക്സിൻ്റെ ഒരൊറ്റ കട്ടിൽ നമ്മൾ അവിടെ അത് ഇത്രയും കാര്യങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത് അല്ലേ. സോ നമ്മളൊരു ഭയങ്കര ക്രൂവലായിട്ട് നമ്മളതിനെ അപ്രൂട്ട് ചെയ്ത് മേർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എഗെയിൻ മേർഡർ, കില്ലിങ്, ഇതൊക്കെ എന്താണ്? ഒരു നമ്മുടെ ക്രൂവൽറ്റി, ഹ്യൂമൻ ബീങ്സിൻ്റെ ക്രൂവൽറ്റിയെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയാണ്. ടു ഇൻവോക്ക് സിമ്പത്തി, പിന്നെ എന്താണ്, എമംഗ് ദ റീഡേഴ്സിനുള്ളൊരു സിമ്പത്തി വളർത്താൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി പോം. സോ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ എന്താണ്? ഇറ്റ് ടേക്സ് മച്ച് ടൈം ടു കിൽ എ ട്രീ, നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് ദ നൈഫ് വിൽ ഡു ഇറ്റ്. ഇറ്റ് ഹാസ് ഗ്രോൺ slowly consuming the earth upon its crust, absorbing years of sunlight, air, water, and out of its leprous hide sprouting leaves. So what is the first stanza? It takes much time to kill a tree. It takes much time to kill a tree എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയ്ക്ക് അത് പോയിട്ട് പറയുന്നത് ഇറ്റ് ടേക്സ് എ ലോങ് ടൈം ടു കിൽ എ ട്രീ അല്ലേ. ഒരു ട്രീയെ കൊല്ലാൻ വേണ്ടി നമുക്ക്, അതായത് എന്താ പറയുക, ഒരു ട്രീയെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ സാധിക്കില്ല. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആക്സ് എടുത്ത് വെട്ടിയങ്ങിടാം. പക്ഷേ നമുക്കതിനെ നല്ലപോലെ അതിനെ ഡിസ്ട്രോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇനിയും തിരിച്ചു വരാത്ത രീതിയിൽ, വളർന്നു വരാത്ത രീതിയിൽ നമുക്കതിനെ ഡിസ്ട്രോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മച്ച് ടൈം. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ടേക്ക് മച്ച് ടൈം ഫോർ എ പ്ലാന്റ് ടു ബിക്കം എ ട്രീ അല്ലേ. ഒരു ചെടിക്ക് ഒരു മരമായി മാറാൻ ഒരുപാട് സമയം വേണം. അത് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മിനിറ്റ് മതി. പക്ഷേ നമുക്കതിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, കുറേ സമയം എടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ടേക്സ് മച്ച് എ ലോങ് ടൈം ടു കിൽ എ ട്രീ. ടു കിൽ എ ട്രീ, ജസ്റ്റ് അണ്ടർലൈൻ ദ പോയിന്റ്, കിൽ എ ട്രീ. ആ ഒരു ലൈൻ അണ്ടർലൈൻ ചെയ്യണം. കിൽ എ ട്രീ എന്നാണ് പറയുന്നത്, നോട്ട് ജസ്റ്റ് കട്ട് എ ട്രീ, ജസ്റ്റ് ടു കിൽ എ ട്രീ, കൊല്ലാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. എ സിമ്പിൾ ജാബ് ഓഫ് ദ നൈഫ് കനോട്ട് കിൽ ഇറ്റ്. വാട്ട് യു മീൻ ബൈ ജാബ്? എ സിമ്പിൾ കട്ട് ഓർ എ സിമ്പിൾ ഹിറ്റ് ഓഫ് എ നൈഫ് വോണ്ട് ഡു ഇറ്റ്. അതായത് ഒരു കത്തി വെച്ചൊന്നും നമുക്കൊരു ട്രീയെ നമുക്ക് കൊല്ലാൻ സാധിക്കില്ല അല്ലേ. ജാബ് എന്ന് പറയുന്നത് എന്താണ്? കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഹാസ് ഗ്രോൺ സ്ലോലി കൺസ്യൂമിങ്. വൈ കാൺ വി എന്താ പറയുക, കിൽ എ ട്രീ വിത്ത് എ നൈഫ്, വിത്ത് എ സിമ്പിൾ നൈഫ്? നമുക്കതിനൊരു മരത്തിനെ പിച്ചാത്തി വെച്ചൊന്നും നമുക്ക് കത്തി വെച്ചൊന്നും മുറിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഹാസ് ഗ്രോൺ സ്ലോലി കൺസ്യൂമിങ് ദി എർത്ത് അപ്പോൺ ഇറ്റ്സ് ക്രസ്റ്റ്. അതായത് നമ്മൾ ആ ഒരു ട്രീ എങ്ങനെയാണ് വളർന്നു വന്നത്? വളരെ പതുക്കെ, വളരെ ടൈമൊക്കെ എടുത്തു, ഒരുപാട് ഇയേഴ്സൊക്കെ എടുത്ത് എർത്തിൽ നിന്ന് അതിന് വേണ്ടുന്ന രീതിയിലുള്ള വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് കൺസ്യൂം ചെയ്ത്. എർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഡ് അല്ലെങ്കിൽ നമ്മുടെ സോയിലിൽ നിന്ന് അതിന് വേണ്ടുന്ന രീതിയിലുള്ള റിക്വയർഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ കൺസ്യൂം ചെയ്തെടുത്തിട്ട് ത്രൂ ദ റൂട്ട്സ്, എന്നിട്ട് പിന്നെ അതിൽ നിന്ന് റൈസ് ചെയ്ത്, അതായത് ആ ഒരു ക്രസ്റ്റിൽ നിന്ന്, അതായത് എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്ന് പതുക്കെ 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 അബ്സോർബ് ചെയ്ത് പൊങ്ങി റൈസ് ചെയ്ത് വന്നതാണ് ഈ ഒരു ട്രീ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ടേക്കൺ ഓർ ഇറ്റ് ഹാസ് കൺസ്യൂംഡ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, ഇയേഴ്സ് ഓഫ് എയർ, ഇയേഴ്സ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പം വെള്ളവും സൂര്യപ്രകാശവും എയറും ഒരുപാട് വർഷങ്ങളായിട്ട് അതെല്ലാം കൺസ്യൂം ചെയ്ത് ഈ റൂട്ട്സിൽ നിന്ന് വേണ്ടുന്ന രീതിയിലുള്ള ന്യൂട്രിയൻസും വാട്ടറും എല്ലാം കൺസ്യൂം ചെയ്ത് വളർന്നു വന്ന ട്രീ ആണ്. സോ വി കനോട്ട് കിൽ ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നൈഫ്, ഓർ എ സിമ്പിൾ കട്ട് ഓഫ് എ നൈഫ് വിൽ നോട്ട് കിൽ ഇറ്റ്. Why? Because it has consumed years of sunlight, years of water, years of air, years of water and nutrients from the soil. എന്നിട്ടത് ഇറ്റ് ഹാസ് റൈസൺ ഫ്രം ദി ക്രസ്റ്റ് ഓഫ് ദി എർത്ത്. എങ്ങനെയാണത് വന്നേക്കുന്നത്? ഇറ്റ് ഹാസ് റൈസൺ ഫ്രം ദി ക്രസ്റ്റ് ഓഫ് ദി എർത്ത് എന്നാണ്. അതായത് എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്ന് അത് വളർന്നു വന്നേക്കുവാണ്.
അതെല്ലാം ഫീഡ് ചെയ്ത്, അതായത് എർത്തുമായിട്ട് മദർ നേച്ചറിൽ നിന്ന് ഇത്രയും ഒരു കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന പോലെ അതിൽ നിന്ന് വളർന്നു വന്ന ഒരു കുഞ്ഞു ചെടിയാണ് ഒരുപാട് വർഷങ്ങളുടെ സൺലൈറ്റും എല്ലാം എടുത്ത് വലിയൊരു മരമായി മാറിയത്. സോ വി കാൻ ജസ്റ്റ് കിൽ എ ട്രീ, വി കാൻ ജസ്റ്റ് കിൽ സച്ച് എ ട്രീ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നൈഫ്. ഓക്കെ, അപ്പോൾ ഈ എയറും സൺലൈറ്റും വാട്ടറും ഒക്കെ എവിടെ നിന്നാണ് ഇതിന് കിട്ടിയത്? ഫ്രം ദി and the leaves have sprouted from its leprous hide. Leprous hide എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? leprous meaning poisonous or a hard layer അല്ലെങ്കിൽ infectious layer എന്ന് പറയാം. leprous എന്ന് വെച്ച് കഴിഞ്ഞാൽ infectious എന്ന് പറയുന്നത്. സോ leprous എന്ന് വെച്ച് കഴിഞ്ഞാൽ leprous hide എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? poisonous, അതായത് out of its leprous hide sprouting leaves, അതായത് ദ ട്രീ ഒരുപാട് സമയമെടുത്താണ് വളർന്നു വരുന്നത്. അത് എർത്തിൻ്റെ റിസോഴ്സസിനെ എല്ലാം കൺസ്യൂം ചെയ്താണ് വളർന്നു വരുന്നത്. ആൻഡ് അതിൽ നിന്ന് എവിടെ നിന്ന് വരുന്നു? അതായത് ലീവ്സ് ഒക്കെ എവിടെ നിന്നോ, അതായത് ലീവ്സ് ഒക്കെ എങ്ങനെയാണ് പൊട്ടിയാണ് കിളിച്ചേക്കുന്നത് അല്ലേ? അതിൻ്റെ ബാർക്കിൽ നിന്ന് പിന്നെന്താണ് കുഞ്ഞു കുഞ്ഞു ലീവ്സ് ഒക്കെ സ്പ്രൗട്ട് ചെയ്ത് വരുവാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ലീവ്സ് ഒക്കെ സ്പ്രൗട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് വന്ന് പിന്നെ അത് ഒരുപാട് വർഷത്തെ സൺലൈറ്റൊക്കെ യൂസ് ചെയ്ത് കൺസ്യൂം ചെയ്തിട്ടാണ് വലിയൊരു ട്രീ ആയിട്ട് മാറുന്നത്. ലെപ്രസ് ഹൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ slowly consuming the earth upon its crust, absorbing years of sunlight, air, water, and out of its leprous hide sprouting leaves. അതായത് ലീവ്സ് ഒക്കെ പതുക്കെ പൊട്ടി കിളിച്ച് എവിടെ നിന്നാണ് ഒരു ലീവ്സ് ഒക്കെ എവിടെ നിന്നാണ് പൊട്ടി കിളിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല അല്ലേ? ഇത് ഒരു പുതിയ ലീഫ് വരുമ്പോഴാണ് ഓക്കെ ഇവിടെ നിന്ന് ഒരു ലീഫ് വന്നു പൊട്ടി കിളിച്ചു എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രോങ് ബാർക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് ലെയറിൽ നിന്ന്, അതായത് എർത്തിൻ്റെ ഹാർഡ് ലെയറിൽ നിന്ന് ഇത് പൊട്ടിക്കിളിച്ചു എന്നുള്ള മീനിങ്ങിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ലെപ്രസ് ഹൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡീപ്പ് ആൻഡ് ഡാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പോയിസണസ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എർത്തിൻ്റെ ഹാർഡ് ലെയറിൽ നിന്ന് ലീവ്സ് പൊട്ടി കിളിച്ചത് വളർന്നു വന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബാർക്കിൽ നിന്ന് ലീവ്സ് പൊട്ടി കിളിച്ച് വന്നു. അപ്പോൾ അത് ഹിഡൻ ആയിട്ടാണ് വരുന്നത് അല്ലേ? നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു ഗ്രോത്ത് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആവത്തില്ല. ലീവ്സിൻ്റെ ആണെങ്കിലും റൂട്ട്സിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ഒരു ഗ്രോത്ത് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആവത്തില്ല. ബിക്കോസ് ഇറ്റ് കംസ് ഔട്ട് ഫ്രം നോവെയർ അല്ലേ? ഒരു ഹിഡൻ എന്നുള്ള രീതിയിലാണ്, അതായത് ഹൈഡ് ചെയ്താണ് ഇത് വരുന്നത്. പൊട്ടിക്കിളിച്ച് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഓക്കെ ഇങ്ങനെ വന്നു എന്നല്ലേ? അപ്പോൾ അത് ലീവ്സ് ഒക്കെ സ്പ്രൗട്ട് ചെയ്ത് വരുന്നു. ആൻഡ് സെക്കൻഡ് സ്റ്റാൻസ് നോക്കിക്കേ. സോ ഹാക്ക് ആൻഡ് ചോപ്പ് ബട്ട് ദിസ് alone won't do it. Not so much pain will do it. The bleeding bark will heal, and from close to the ground will rise curled green twigs, miniature boughs, which if unchecked will expand to former size. So according to the poet, we will need to hack and chop. അതായത് നമ്മുടെ പോയിന്റ് പറയുന്ന എന്താണ്? നമുക്ക് ഈ ട്രീയെ നമ്മൾ എന്ത് ചെയ്യണം? ഹാക്ക് ചെയ്യണം, ചോപ്പ് ചെയ്യണം, വെട്ടി കളയണം. പക്ഷെ അത് മാത്രം പോരാ. ബട്ട് ദിസ് alone won't do it. Mere hacking or mere chopping a tree or chopping the wood won't do anything. It won't kill a tree. ഓക്കെ, അതായത് ഹാക്ക് ചെയ്യുക, ചോപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മീനിങ്? അതായത് നമ്മൾ വെട്ടിക്കളയുക, അതിനെയാണ് ഹാക്കിങ് ആൻഡ് ചോപ്പിംഗ് എന്ന് പറയുന്നത്. സ്ട്രൈക്ക് ചെയ്യുക, അതായത് ഒരു ഷാർപ്പ് വെപ്പൺ വെച്ച് നമ്മൾ അതിനെ വെട്ടിയാലോ തട്ടിയാലോ മുട്ടിയാലോ ഒന്നും അതിന് വലുതായിട്ട് ഏശത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് പെയിൻ നമ്മൾ എത്ര കൊടുത്താലും, അല്ലെങ്കിൽ സോ ഹാക്കിംഗ് ആൻഡ് ചോപ്പിംഗ് കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഒരു ട്രീയെ കില്ല് ചെയ്യാൻ പറ്റില്ല. ആൻഡ് നോട്ട് സോ മച്ച് പെയിൻ വിൽ ഡു ഇറ്റ്. അതായത് അതുകൊണ്ടുണ്ടാവുന്ന പെയിൻ വെച്ചിട്ടും അതിനൊന്നും ആവത്തില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹാർഡ് ലെയർ ആണ്. കാരണം ബിക്കോസ് ഇറ്റ് ഹാസ് കൺസ്യൂംഡ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, ഇയേഴ്സ് ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. അപ്പം ഒരു മിയർ ചോപ്പിങ്ങോ അല്ലെങ്കിൽ മിയർ കട്ടിങ്ങോ ഒന്നും ഇതിനെ കൊല്ലില്ല. അത്രയും പെയിനൊക്കെ സഹിച്ചെടുക്കാനുള്ള കഴിവൊക്കെ ഇതിനുണ്ടല്ലേ? അത് ഒരുപാട് വർഷത്തെ സൺലൈറ്റും റെയിനും പല ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്സ് ആൻഡ് വെതർ വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ടാണ് അത് വളർന്നു വന്നത്. സോ ഇങ്ങനെയുള്ള പെയിനൊന്നും ഇതിന് ഏശില്ല, ഇതിനെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഈ പെയിനൊന്നും അതിനെ എഫക്റ്റ് ചെയ്യില്ല. നോട്ട് സോ മച്ച് പെയിൻ വിൽ ഡു ഇറ്റ്. ദ ബ്ലീഡിങ് ബാർക്ക് വിൽ അഗെയിൻ ഹീൽ. അതായത് നമ്മളിപ്പോൾ അതിൻ്റെ ബാർക്കിനെ, അതിൻ്റെ ആ മരത്തിൻ്റെ തൊലിയെ നമ്മളതിനെ വെട്ടിയാലും കുത്തിയാലും എന്ത് ചെയ്താലും ആ ബ്ലീഡിങ് ബാർക്ക് എന്നാണ് പറയുന്നത്. കണ്ടോ, ബ്ലീഡിങ് ബാർക്ക് ഒരു അലിട്രേഷനാണ് ബ്ലീഡിങ് ബാർക്ക്. അതായത് ബി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, ആ രണ്ട് വാക്കുകളും അടുപ്പിച്ച്. സോ അത് അലിട്രേഷനാണ്. ബ്ലീഡിങ് ബാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സോ ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ലിവിങ് തിങ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വാക്കാണ് ബ്ലീഡിങ് എന്ന് പറയുന്നത്. നമ്മൾ ബ്ലീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോര വരിക എന്നുള്ളൊരു മീനിങ് ആണ്. പക്ഷേ ഇവിടെ ബ്ലീഡിങ് ബാർക്ക്, ഇവിടെ ഒരു ട്രീയെ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് അല്ലെങ്കിൽ ഹ്യൂമൻ
എന്താ പറയുക ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ബ്ലീഡിംഗ് ബാർക്ക് എന്ന് പറയുന്നത്. ബ്ലീഡിംഗ് ബാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൂണ്ടഡ് ബാർക്ക് ഓഫ് എ ട്രീ. അതായത് നമ്മൾ കത്തി വെച്ചും ആക്സ് വെച്ചും ഒക്കെ കുത്തുമ്പോൾ അതിൻ്റെ ബാർക്ക് ബ്ലീഡ് ചെയ്യും, അതായത് അതിൻ്റെ പുറത്തെ തൊലി ഇളകും. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു കുഞ്ഞ് കറ അല്ലെങ്കിൽ സാപ്പ് വരും അല്ലേ. കറ ചില ട്രീസൊക്കെ വെട്ടുമ്പോൾ നമുക്ക് കറയൊക്കെ വരത്തില്ലേ, നമ്മൾ ഈ മുരിങ്ങ മരമൊക്കെ വെട്ടുമ്പോഴേ അതിനകത്തുനിന്ന് ഒരുമാതിരി ഒരു ചുമന്ന കളറിലൊരു സാധനം വരും, ഒരുമാതിരി കറ പോലൊരു സാധനം ഇങ്ങനെ തിക്കായിട്ട് വരും. പിന്നെ ചില മരങ്ങൾ മുറിക്കുമ്പോഴും ഇതുപോലെ കറ വരാറുണ്ട്. അപ്പോൾ അതിനെയാണ് ബ്ലീഡിംഗ് ബാർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ലിവിങ് ബീയിങ്ങിനെയാണ് നമ്മൾ ആക്രമിക്കുന്നത് എന്ന് വേണം പോയിട്ട് പറയാൻ. പോയിട്ട് നമ്മളോട് പറയുവാണ്, അപ്പം ലിവിങ് ബീയിങ്ങിനെ ആക്രമിക്കുമ്പോൾ അത് ബ്ലീഡ് ചെയ്യും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ട്രീയും. ദ ട്രീ വിൽ ഓൾസോ ബ്ലീഡ്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ബാർക്ക് നമ്മൾ വെട്ടുമ്പോൾ ആ ബ്ലീഡ് ചെയ്ത് തുടങ്ങുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു സാപ്പ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് എന്തൊക്കെ ചെയ്താലും ഈവൻ ഇഫ് ഇറ്റ് ഇസ് ബ്ലീഡിങ് ഇറ്റ് വിൽ ഹീൽ ആഫ്റ്റർ മെനി ഡേയ്സ്. അതുകൊണ്ട് അതും ഒന്നും ചെയ്യാൻ നമുക്ക് വെറുതെ ഉള്ള ഹാക്കിങ്ങും ചോപ്പിങ്ങും പോലും പറ്റില്ല. ബ്ലീഡ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അത് ഹീലാവും. അപ്പോൾ ഇത് നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ തന്നെയാണ് നമ്മുടെ ട്രീ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ദേഹം മുറിഞ്ഞാലും എന്ത് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് ഹീലായിട്ട് മാറും അല്ലേ, അത് ഉണങ്ങും. ആൻഡ് the bleeding bark will heal and from close to the ground will rise curled green twigs. അതായത് നമ്മൾ അതിനെ വെട്ടിക്കളഞ്ഞാലും എന്ത് ചെയ്യും, ആ ഗ്രൗണ്ടിനോട് ചേർന്നിട്ട് പിന്നെയും എന്ത് ചെയ്യും, പൊട്ടി കുഞ്ഞു കുഞ്ഞു ഗ്രീൻ ട്വിഗ്സ് അല്ലെങ്കിൽ ഗ്രീൻ കേൾസ് ആയിട്ട് ഇത് വീണ്ടും റൈസ് ആയിട്ട് വരും അല്ലേ. വീണ്ടും പൊങ്ങി പൊട്ടിക്കിളിച്ച് വരും. ഓക്കെ. അപ്പോൾ നമ്മളത് വെട്ടിക്കളഞ്ഞാലും എന്ത് ചെയ്യും, ഗ്രൗണ്ടിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, അത് ബോട്ടം പാർട്ടിൽ നിന്ന് വീണ്ടും ഗ്രീൻ ട്വിഗ്സും പിന്നെ സ്മോൾ ബ്രാഞ്ചസും ഒക്കെ ആയിട്ട് ഇത് പൊങ്ങി വരും. മിനിയേച്ചർ ബൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ ബ്രാഞ്ച്. ഓക്കെ. കുഞ്ഞായിട്ട് ബ്രാഞ്ചസ് വീണ്ടും പൊട്ടിക്കിളിച്ച് ഗ്രീൻ ട്വിഗ്സ് ആൻഡ് ഗ്രീൻ കേൾസ് പോലെ ഇങ്ങനെ ചുരുണ്ട് വരും. അവിടെ കേൾഡ് ഗ്രീൻ ട്വിഗ്സ് എന്നാണ് പറയുന്നത്. കേൾഡ് എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണല്ലേ. കേൾഡ് അല്ലെങ്കിൽ ലിവിങ് ബീങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കേൾഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചുരുണ്ട് എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ കുറച്ചും കൂടി. അപ്പോൾ കേൾഡ് ഗ്രീൻ ട്വിഗ്സ്, അതായത് കുഞ്ഞു പിള്ളേരുടെ തലയിലൊക്കെ, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ നമ്മൾ അവരുടെ തലയിലൊക്കെ എന്താ പറയുക, കുഞ്ഞു കേൾസ് അല്ലെങ്കിൽ മുടികളെ നമ്മൾ കേൾസ് എന്നാണ് പറയുന്നത് അല്ലേ. അല്ലാതെ ഹെയർ നമുക്ക് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. കുഞ്ഞു മുടികളാണ് അവരുടെ തലയിൽ. അതുപോലെ തന്നെയാണ് ഇവരും എന്ത് ചെയ്യും, കുഞ്ഞായിട്ട് ബ്രാഞ്ചസ് ഒക്കെ വന്ന് പൊട്ടി ഇങ്ങനെ കിളിച്ച് വരും. അപ്പോൾ ഗ്രീൻ ട്വിഗ്സ്. അപ്പോൾ മിനിയേച്ചർ ബൗസ് എന്ന് വെച്ചാൽ സ്മോൾ ബ്രാഞ്ചസ് പിന്നെയും കിളിച്ച് അഗെയിൻ ഇറ്റ് വിൽ റൈസ്. ആൻഡ് ഇഫ് വി ഡിഡ് നോട്ട് കട്ട് ദം, അതായത് ദേ വിൽ അഗെയിൻ ഗ്രോ ആൻഡ് എക്സ്പാൻഡ് ടു ദി ഒറിജിനൽ സൈസ്. അതായത് ഇഫ് വി അൺചെക്ക് ഇറ്റ്, അതായത് നമ്മൾ വീണ്ടും അതിനെ ചെക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഈ കുഞ്ഞായിട്ടുള്ള ട്രീസ്, കുഞ്ഞായിട്ടുള്ള ബ്രാഞ്ചസ് വീണ്ടും പൊട്ടിക്കിളിച്ച് എക്സ്പാൻഡ് ചെയ്ത് വീണ്ടും അതൊരു വലിയ മരമായിട്ട് ഫോർമർ സൈസിലോട്ട് വലിയൊരു മരമായിട്ട് വീണ്ടും അത് കിളിച്ച് വരും. അതാണ് ഇവിടെ പറയുന്നത്. അതായത് പിന്നെ നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ, അതായത് ഒരു മരം വെട്ടിക്കളഞ്ഞിട്ട് നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും പൊട്ടിക്കിളിച്ച് അതിൻ്റെ പഴയ ഫോമിൽ തന്നെ വലിയ സൈസിൽ തന്നെ വീണ്ടും കിളിച്ച് വരും. സോ ഇറ്റ് ഈസ് ബെറ്റർ അതിനെ നല്ലപോലെ നശിപ്പിച്ചിട്ട് വേണം നമ്മൾ പോകാനെന്നാണ് ഐറോണിക്കലി പോയിട്ട് ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒരിക്കലും നമ്മളൊരു ട്രീയെ കൊല്ലണം എന്നല്ല. അദ്ദേഹം ഇൻഡയറക്ട്ലി എന്താണ് പറയുന്നത്, ടു ഇൻവോക്ക് സിമ്പത്തി ഇൻ ദ മൈൻഡ് ഓഫ് ദ റീഡേഴ്സ്. അദ്ദേഹം ക്രൂവലായിട്ടുള്ള കുറച്ച് ഇമേജസ് ഒക്കെ യൂസ് ചെയ്ത് കമ്പയറിങ് ദിസ് ട്രീ ടു എ ഹ്യൂമൻ ബീയിങ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ചൈൽഡുമായിട്ടൊക്കെ കമ്പയർ ആൻഡ് കമ്പയറിങ് ദ ഗ്രോത്ത് ഓഫ് എ ട്രീ ടു എ ഹ്യൂമൻ ചൈൽഡ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇതിനു വേണ്ടിയാണ് റീഡേഴ്സിൻ്റെ മൈൻഡിലൊരു സിമ്പതി ഉണ്ടാക്കാൻ. അതായത് ഹീസ് സജസ്റ്റിംഗ് ദാറ്റ് വി ഷുഡ് നോട്ട് ഹാം നേച്ചർ. ഓക്കെ. അതാണ് ബ്ലീഡിംഗ് ബാർക്ക്, കേൾഡ് ഗ്രീൻ ട്വിഗ്സ്, ഇതൊക്കെ പറയുന്നത്. സോ ഇഫ് അൺചെക്ഡ് അഗെയിൻ ദിസ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ അഗെയിൻ ഗ്രോ ആൻഡ് ദെൻ ബിക്കം എ ഹ്യൂജ് ട്രീ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നല്ലപോലെ നശിപ്പിക്കണം എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ കുറച്ചും കൂടി ക്രൂവലായിട്ട് നമ്മൾ അതിനെ കൊല്ലണം, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ടു ഫൈൻഡ് സം അതർ മെത്തേഡ് ടു കിൽ ദ ട്രീ പിന്നെ അഗെയിൻ, അതാണ് പറയുന്നത്. ആൻഡ് ദെൻ സ്റ്റാൻസ 3 എന്താണ്, നോ, ദ റൂട്ട് ഇസ് ടു ബി പുൾഡ് ഔട്ട്. Okay, so we should actually stick on to other methods, അല്ലെങ്കിൽ we should use other methods to kill a tree. So ആ methods എന്തൊക്കെയാണ്, other alternative methods എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. No, the root is to be pulled out. So we should not just kill a tree and just go. Mere killing won't just stop a tree. It will not destroy a tree. We cannot kill a tree by using a knife or a simple jab of an axe or a knife won't kill a tree. So we should actually use some other methods to
completely destroyed. So what are the other methods? What are the alternate methods the poet is trying to say? അതാണ് തേർഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. The other methods to kill a tree. The root is to be pulled out. അതാണ് മെയിൻ തിങ്. അതിൻ്റെ റൂട്ട്സിനെ നമ്മൾ വലിച്ചെടുത്ത് കളയണം. ഇപ്പോൾ റൂട്ട്സ് ഉണ്ടെങ്കിലല്ലേ ട്രീ വീണ്ടും സോയിലുമായിട്ട് കണക്റ്റഡായി ഫുഡും ന്യൂട്രിയൻസും എടുത്ത് വീണ്ടും കിളിച്ച് വരും. അപ്പോൾ റൂട്ട്സിനെ അങ്ങ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ദ ലൈഫ് ഓഫ് എ ട്രീ എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ഇൻ ദ റൂട്ട്സ് ആണ്, അല്ലേ? റൂട്ട്സിൽ നിന്ന് വെള്ളവും ന്യൂട്രിയൻസും എടുത്താണിത് ബ്രാഞ്ചസ് വരെ പോയി അങ്ങനെയാണിത് പടർന്ന് പന്തലിക്കുന്നത്, അല്ലെങ്കിൽ ട്രീ വളരുന്നത്, അല്ലെങ്കിൽ ഒരു ചെടി വളരുന്നത്. സോ വി ഷുഡ് എന്താണ് നമ്മൾ റൂട്ട്സിനെ തന്നെ, ബേസിക് ആയിട്ട് റൂട്ട്സിനെ തന്നെ നമ്മൾ ആദ്യം തന്നെ വെട്ടിക്കളയുക, അല്ലെങ്കിൽ പുൾ ഔട്ട് ചെയ്യുക, വലിച്ചെടുക്കുക. ഓക്കെ, അപ്പം നോ എന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു തേർഡ് സ്റ്റാൻസ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. വൈ അത് എന്തുകൊണ്ടാണ് ദ പോയിറ്റ് ഹാസ് യൂസ് ദ വേർഡ് നോ, അല്ലെങ്കിൽ വൈ ദ പോയിറ്റ് ഹാസ് ബിഗിൻ ദിസ് തേർഡ് സ്റ്റാൻസ വിത്ത് ദ വേർഡ് നോ. അദ്ദേഹം പറയുവാണ് നോ, പറ്റത്തില്ല, മേളി പറഞ്ഞ കാര്യങ്ങളൊന്നും കൊണ്ട് ഒരു ട്രീയെ കൊല്ലാൻ പറ്റില്ല. സോ വി ഷുഡ് ആക്ച്വലി യൂസ് അനദർ മെത്തേഡ്. അപ്പോൾ അത് ആ ഒരു മെത്തേഡാണ് ദ റൂട്ട് ഈസ് ടു ബി പുൾഡ് ഔട്ട്. റൂട്ടിനെ വലിച്ച് പുൾ ഔട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. എർത്തിൽ നിന്ന് വലിച്ച് പുറത്തിടണം എന്നാണ് പറയുന്നത്. നല്ല കണക്ട് ചെയ്ത് എർത്തുമായിട്ട് നിൽക്കുവാണ്, അല്ലേ? ഒരുപാട് വർഷമായിട്ട് എർത്തുമായിട്ടുള്ള കണക്ഷനിൽ നിൽക്കുവാണ്. സോ നമ്മൾ നേച്ചറിൽ നിന്ന് അതിനെ വലിച്ച് പുറത്തിടണം എന്നാണ് പറയുന്നത് ആ റൂട്ട്സിനെ, അല്ലേ? സോ എർത്തുമായിട്ട് നല്ല ഫേം ഹോൾഡിൽ നിന്നിരുന്ന ട്രീയെ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു പുൾ ദ റൂട്ട് ഓഫ് ദ ട്രീ ഔട്ട് ഫ്രം ദ പ്ലേസ് വേർ ഇറ്റ് ഹാസ് ഫേംലി ഹെൽഡ് ദ എർത്ത്. സോ ഫോർ ടേക്കിംഗ് ഔട്ട് ദ റൂട്ട്സ് ദേ നീഡ് ടു ബി റോബ്ഡ്, ടൈഡ് ആൻഡ് ദെൻ പുൾഡ് ഔട്ട്. അപ്പം റൂട്ടിനെ എങ്ങനെ നമുക്ക് പുൾ ഔട്ട് ചെയ്യാൻ പറ്റും? അത് അതായത് എർത്തുമായിട്ട് അത് നല്ല ആങ്കേർഡ് ആയിട്ട് നിൽക്കുവാണ്, അതായത് ഫേം ആയിട്ട് അത് എർത്തിനെ ഹോൾഡ് ചെയ്ത് റൂട്ട്സ് അതിനെ നിർത്തിയേക്കുവാണ്. സോ നമ്മൾ അതിനെ എങ്ങനെ പുറത്തിടണം? ഇറ്റ് ഹാസ് ടു ബി റോപ്ഡ്. ആദ്യമേ നമ്മളതിൽ കയറ് കെട്ടുക, അതിനെ കയറ് വെച്ച് ടൈ ചെയ്യുക, ആൻഡ് ദെൻ പുൾ ഔട്ട് ഇറ്റ്. അതായത് ആ ഒരു കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ കയറ് വെച്ച് കെട്ടിയിട്ട് അതിനെ വലിച്ച് പുറത്തെടുക്കണം. അങ്ങനെയാണ് നമുക്ക് റൂട്ട്സിനെ പുറത്തെടുക്കാൻ, സ്നാപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. സ്നാപ്പ് ഔട്ട് എന്നാണ് വീട് യൂസ് ചെയ്തേക്കുന്നത്, അതായത് വലിച്ചെല്ലാം മൊത്തത്തിൽ പുറത്തെടുക്കുക. ഓക്കെ, സോ വി നീഡ് ടു ബ്രേക്ക് ഇറ്റ് അല്ലെങ്കിൽ പുൾ ഇറ്റ് ഔട്ട്. സ്നാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് അല്ലെങ്കിൽ പുൾ ഔട്ട് എന്നാണ് മീനിങ്. സോ വി ഷുഡ് ബ്രേക്ക് അല്ലെങ്കിൽ പുൾ ഔട്ട് ദി എൻറ്റയർ റൂട്ട് ഫ്രം ദി എർത്തിൽ നിന്ന് നമ്മൾക്കതിനെ മൊത്തത്തിൽ പുറത്തോട്ട് വലിച്ചിടണം. ഓക്കെ, അപ്പോൾ എർത്ത് കേവ് എന്നാണ് പറയുന്നത്. അതായത് ആ ഗുഹയിൽ നിന്ന്, അതായത് ഇവിടെ എർത്ത് എന്ന് പറയുന്നത് എന്താണ്? അവിടെ റൂട്ട്സ് നല്ല പോലെ സ്ട്രോങ് ആയിട്ട് ഫേം ആയിട്ട് എർത്തുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുവാണ്. സോ ആ എർത്തിൻ്റെ ആ കേവിൽ നിന്ന്, ആ ഒരു ഗുഹയിൽ നിന്ന്, അതായത് ആ ഡീപ്പ് എർത്തിൽ നിന്ന്, എന്താണ് എർത്ത് കേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപ്പ് ആൻഡ് ഡാർക്ക് എർത്തിൽ നിന്ന്, അതായത് ആ മണ്ണിൽ നിന്ന് ഡീപ്പായിട്ട് പോയേക്കുവാണ് റൂട്ട്സ്. സോ ആ ഒരു മണ്ണ് വലിച്ചെടുക്കുമ്പോൾ അവിടെ ഒരു കുഴിയാണ് ഫോം ചെയ്യുന്നത്, ഒരു കേവാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ എർത്ത് കേവിൽ നിന്ന് വലിച്ച് കെട്ടി നമ്മൾ അതിനെ പുറത്തോട്ട് എടുത്തെറിയണം, അല്ലേ? പുറത്തോട്ടെടുത്ത് സ്നാപ്പ് ഔട്ട് ചെയ്യണം, അതായത് ജസ്റ്റ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ പുൾ ഔട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ട്രീ ഈസ് നൗ എക്സ്പോസ്ഡ്. അതായത് നൗ ദ റൂട്ട് ഈസ് നൗ എക്സ്പോസ്ഡ് ടു ദി സൺലൈറ്റ്. അതായത് സ്ട്രെങ്ത് ഓഫ് ദ ട്രീ എന്ന് പറയുന്ന ദ റൂട്ടാണ്. സോ നൗ ദ റൂട്ട് ഈസ് ബീങ് പുൾഡ് ഔട്ട് ഫ്രം ദി എർത്ത് കേവ്. നൗ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ദി സൺലൈറ്റ്. ഓക്കെ, ഇപ്പം അത് എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുവാണ്, അത് വെളിയിൽ കിടക്കുവാണ്. ആൻഡ് നൗ ദ ട്രീ ഈസ് എക്സ്പോസ്ഡ്. ദ സോഴ്സ് വൈറ്റ് ആൻഡ് വെറ്റ്. ഇനി ആ ട്രീയെ നമ്മൾ വലിച്ചെടുത്ത്, റൂട്ട്സ് എല്ലാം കൂടെ വലിച്ചെടുത്ത് പുറത്തോട്ട് എടുത്തിട്ടു. ആൻഡ് നൗ ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദി റൂട്ട്സ് ഓഫ് ദ ട്രീ. ഇപ്പം നൗ ദ ട്രീ റൂട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പോസ് ടു ദ സൺലൈറ്റ് ആണ്. സോ നൗ വി ക്യാൻ സീ എന്താണ്, എങ്ങനെയാണ് ഒരു ട്രീയുടെ റൂട്ട്, അതായത് ഭയങ്കര വർഷങ്ങളായിട്ട് എടുത്ത് ഗ്രോ ചെയ്ത ഒരു ട്രീയുടെ റൂട്ടിനെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു. അത് പണ്ട് എർത്തിൻ്റെ കേവിലായിരുന്നു, അതായത് എർത്തിൻ്റെ അകത്തായിരുന്നു, ഡീപ്പ് എർത്തിലായിരുന്നു. ഇപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അകത്ത് എന്തായിരുന്നു എന്ന് ആ ഒരു ഹിഡൻ ആയിട്ടുള്ള കാര്യത്തിനെ നമ്മളിപ്പോൾ അതെടുത്ത് എക്സ്പോസ് ചെയ്ത് വെളിയിലെടുത്തിട്ടു, സൺലൈറ്റിൽ വെളിയിലെടുത്തിട്ടു. അപ്പം നമുക്ക് നൗ വി ക്യാൻ വാച്ച്, ഹ്യൂമൻ ബീങ്സിന് ഇപ്പോൾ വാച്ച് ചെയ്യാം എന്തായിരുന്നു, വാട്ട് വാസ് ഹിഡൻ ഇൻസൈഡ് ദി എർത്ത്. Okay, what was the strength of the tree that was hidden inside the earth? അപ്പം നമുക്കിപ്പോൾ ആ ട്രീയുടെ സീക്രറ്റ് പിടികിട്ടി. എന്തായിരുന്നു അതിൻ്റെ ട്രീയുടെ സീക്രറ്റ് ആൻഡ് സ്ട്രെങ്ത്? റൂട്ട്സ് ആയിരുന്നു. സോ നൗ പോയിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുവാണ്, ആ റൂട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. എങ്ങനെയായിരുന്നു ആ സോഴ്സ്? അതിനെ സോഴ്സ് എന്നാണ് പറയുന്നത്. റൂട്ട് ഓഫ് ദ ട്രീ ആണ് സോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് സോഴ്സ് ടു ദി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ട്രീ, അല്ലെ? റൂട്ട്സ് ആയിരുന്നു ആ സോഴ്സ്. ഫുഡും ന്യൂട്രിയൻസും ട്രീയുടെ മുകളിൽ ബ്രാഞ്ച് വരെ ലീഫ് വരെ എത്തിക്കുന്ന ആരായിരുന്നു? റൂട്ട്സ് ആയിരുന്നു അതിൻ്റെ സോഴ്സ്. സോ നൗ ദ സോഴ്സ് ഇസ് ബീങ് എക്സ്പോസ്ഡ് ഇൻ ദി സൺലൈറ്റ്. ദ സോഴ്സ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ റൂട്ട് എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് വൈറ്റ് ആയിരുന്നു, ഇറ്റ് വാസ് സ്റ്റിൽ വെറ്റ് ആയിരുന്നു, ആൻഡ് മോർ സെൻസിറ്റീവ് ആയിരുന്നു.
ആൻഡ് വൈറ്റ്, വെറ്റ് ആൻഡ് മോസ്റ്റ് സെൻസിറ്റീവ്. ആ ട്രീ റൂട്ട് എന്ന് പറയുന്നത് വൈറ്റ് ആയിരുന്നു. കാരണം എന്തുകൊണ്ടാണ് വൈറ്റ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എക്സ്പോസ് ടു ദ സൺലൈറ്റ്, ഇറ്റ് വാസ് ഡീപ്ലി ഹിഡൻ ഇൻസൈഡ് ദി എർത്ത്. അതുകൊണ്ട് അത് വൈറ്റ് കളറായിരുന്നു. ആൻഡ് വെള്ളത്തിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും അംശം കൊണ്ട് അത് വെള്ള കളറിൽ സ്റ്റിൽ വെറ്റായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ടായിരുന്നു. അതിനെ പിടിച്ച് വെളിയിലിട്ടപ്പോഴും അത് ആ വെള്ളത്തിൻ്റെ അംശവും കുറച്ച് എർത്തിൻ്റെ അംശവും, അതായത് മണ്ണിൻ്റെ അംശവും ഒക്കെ അതിൽ പറ്റിപ്പിടിച്ചിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ വൈറ്റ് വെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ഹിഡൻ ഫോർ ഇയേഴ്സ് ഇൻസൈഡ് ദി എർത്ത്. അതായത് അതാണ് മോസ്റ്റ് സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദി ട്രീ എന്ന് പറയുന്നത്. കാരണം അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ട്രീ മൊത്തത്തിൽ നശിച്ചു പോകും. അപ്പം റൂട്ടിനെയാണ് നമ്മൾ മോസ്റ്റ് സെൻസിറ്റീവ് പാർട്ട് ഓഫ് എ ട്രീ അല്ലെങ്കിൽ മോസ്റ്റ് സ്ട്രോങ് പാർട്ട് ഓഫ് എ ട്രീ എന്ന് പറയുന്നത്. സോ നൗ ഇറ്റ് ഈസ് ബീങ് എക്സ്പോസ് ടു ദി സൺലൈറ്റ്. അപ്പോൾ അത് ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിന് കാണാം എന്തായിരുന്നു ഈ ഒരു എർത്ത്, നമ്മുടെ മദർ നേച്ചർ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഈ ഒരു ട്രീയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ സീക്രറ്റ് എന്തായിരുന്നു? റൂട്ടായിരുന്നു. നൗ ഇറ്റ് ഈസ് എക്സ്പോസ് ടു ദി സൺലൈറ്റ്. അല്ലെങ്കിൽ ആ ലൈറ്റിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റും അത് സ്റ്റിൽ വൈറ്റ് ആണ്, സ്റ്റിൽ വെറ്റ് ആണ്. പിന്നെന്താണ്? ആൻഡ് സോ ദിസ് പാർട്ട് വാസ് ഹിഡൻ ഇൻസൈഡ് ദി എർത്ത് ഫോർ മെനി ഇയേഴ്സ്. അപ്പം ഈ ഒരു പാർട്ടായിരുന്നു വർഷങ്ങളായിട്ട് എർത്ത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? മദർ നേച്ചർ ഈ ഒരു ട്രീയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു കുഞ്ഞുങ്ങളെ പോലെ. അതുകൊണ്ടാണ് ഇറ്റ് സ്റ്റിൽ വെറ്റാണ്, ഇപ്പോഴും അത് വെറ്റാണ്. അതിനെ പുറത്തെടുത്തിട്ടപ്പോഴും ആ മണ്ണിൻ്റെ അകത്തു നിന്നുള്ള ജലാംശവും പിന്നെ ന്യൂട്രിയൻസും ഒക്കെ പറ്റിപ്പിടിച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട്. വെറ്റാണ്, വൈറ്റ് കളറാണ്. കാരണം അത് സൺലൈറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആവാത്തതുകൊണ്ട് ആ റൂട്ട്സ് എന്ന് പറയുന്നത് വെള്ള കളറിലാണ് ഇരിക്കുന്നത് അല്ലേ? ട്രീയുടെ ആണെങ്കിലും റൂട്ട്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇച്ചിരി ഡാർക്ക്, അല്ലെങ്കിൽ ചിലത് ഡാർക്കായിട്ടിരിക്കും, ചിലതൊക്കെ നല്ല വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ആ ഭാഗം. അപ്പോൾ അതായിരുന്നു ഹിഡനായിട്ട് ഇത്രയും കാലം എർത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. അതിനെയാണ് ഹ്യൂമൻ ബീങ്സ് ക്രൂവലായിട്ട് പിടിച്ച് പുറത്തിട്ടേക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ദ മോസ്റ്റ് ക്രൂവൽ വേ ഓഫ് കില്ലിംഗ് ദ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഓൺലി വേ ഓഫ് കില്ലിംഗ് എ ട്രീ ഈസ് ടു ബ്രേക്ക് ഇറ്റ്സ് റൂട്ട്സ് ഓർ ടു പുൾ ദം ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റോപ്പ്. So they are the most sensitive part of a tree, and because it is white in color and still it is wet, അല്ലേ? സോ വെൻ ദേ ആർ എക്സ്പോസ് ടു ദ സൺ ദ ട്രീ ഡൈസ്. അതായത് റൂട്ട്സിനെ നമ്മൾ ഉണക്കത്തിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെയിലത്തിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അത് വരണ്ടുണങ്ങി അത് ആ ട്രീ അപ്പം തന്നെ അല്ലെങ്കിൽ ആ ഒരു പാർട്ട് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് നശിക്കുകയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അതുകൊണ്ടാണ് എക്സ്പോസ്ഡ് സൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എക്സ്പോസ്ഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്ത്? എന്തുകൊണ്ടാണ്? നൗ അവിടെ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് അതിനെ വീഴുവാണ്. സോ ആ ട്രീ അതിൻ്റെ ആ റൂട്ട്സ് ഉണങ്ങി അത് നശിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രീ അങ്ങനെ മരിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ദെൻ ദ മാറ്റർ ഓഫ് സ്കോർച്ചിങ് ആൻഡ് ചോക്കിങ് ഇൻ സൺ ആൻഡ് എയർ, ബ്രൗണിങ്, ഹാർഡനിങ്, ട്വിസ്റ്റിംഗ്, വിതറിങ് ആൻഡ് ദെൻ ഇറ്റ് ഇസ് ഡൺ. ഇനി അദ്ദേഹം പറയുവാണ് ലാസ്റ്റ് സെക്ഷനകത്ത് അദ്ദേഹം എന്താ പറയുന്നത്? സോ ആഫ്റ്റർ പുള്ളിങ് ഔട്ട് ദ റൂട്ട്സ് ഔട്ട് ദേ ആർ ടു ബി കെപ്റ്റ് ഇൻ ദ സൺ ആൻഡ് എയർ വിച്ച് ഇസ് ഹോട്ട്. അതായത് നല്ല സ്കോർച്ചിങ് ആയിട്ടുള്ള ചൂടത്ത്, നല്ല ഹോട്ടായിട്ടുള്ള സൺലൈറ്റിൽ നമ്മളിപ്പോൾ ആ റൂട്ട്സിനെ എക്സ്പോസ് ചെയ്ത് വെളിയിലെടുത്ത് വെച്ചേക്കുവാണ്. സോ ഇനി അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും. നല്ല ചൂട് കാറ്റും ചൂട് ലൈറ്റിലും ഈ ഒരു റൂട്ട്സ് വെളിയിലിട്ടേക്കുവാണ്. സോ റൂട്ട്സ് വൈറ്റായിരുന്ന റൂട്ട്സ് ഇപ്പോൾ അത് ബ്രൗൺ ആയിട്ട് മാറി, ഡാർക്കായിട്ട് മാറി, ഹാർഡൻ ചെയ്ത്, ട്വിസ്റ്റ് ചെയ്ത്, ഡ്രൈ ആയിട്ട് മാറി. അങ്ങനെ ലാസ്റ്റ് ദ ട്രീ ഈസ് ഡെഡ്. And our task is done. And the task of the human being is now done. നമ്മുടെ ടാസ്ക് എന്തായിരുന്നു? ടു കിൽ എ ട്രീ. ആൻഡ് നൗ ഇറ്റ് ഇസ് കംപ്ലീറ്റ്. സോ ആഫ്റ്റർ പുള്ളിങ് ഔട്ട് ദ റൂട്ട്സ് ഇറ്റ് ഇസ് എക്സ്പോസ് ടു ഹോട്ട് അല്ലെങ്കിൽ സ്കോർച്ചിങ് എയർ ആൻഡ് ഹീറ്റ്. സോ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ എ ട്രീ റൂട്ട് ഇസ് എക്സ്പോസ് ടു സൺലൈറ്റ്? ഹോട്ട് സൺലൈറ്റിലോട്ട് ഇടുമ്പോൾ ഇറ്റ് വിൽ ട്വിസ്റ്റ് ആൻഡ് ഇറ്റ് വിൽ വിതർ. ഇറ്റ് വിൽ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ അതെന്താണ്? ട്വിസ്റ്റഡ് ആയിട്ട് മാറും, അതൊരുമാതിരി വളഞ്ഞൊടിഞ്ഞ് പിന്നെ അത് വിതർ ചെയ്യും എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബിക്കം ഡ്രൈ. എന്നിട്ട് അത് മരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഇറ്റ് ഈസ് നൗ ഡെഡ്. ആൻഡ് നൗ അവർ ടാസ്ക് ഇസ് ഡൺ. സോ ദിസ് ഈസ് ഹൗ എ ഹ്യൂമൻ ഷുഡ് കിൽ എ ട്രീ. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് നൗ ഇറ്റ് ഇസ് ഡൺ. ആൻഡ് ദെൻ ഇറ്റ് ഇസ് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗ ദ ടാസ്ക് ഓഫ് കംപ്ലീറ്റിംഗ്, അല്ലെങ്കിൽ ദ ടാസ്ക് ഇസ് നൗ കംപ്ലീറ്റ്. ദ ടാസ്ക് ഓഫ് കില്ലിംഗ് എ ട്രീ ഇസ് നൗ കംപ്ലീറ്റ്. അതാണ് നൗ ഇറ്റ് ഇസ് ഡൺ എന്ന്, അല്ലെങ്കിൽ ദെൻ ഇറ്റ് ഇസ് ഡണ്ണിൻ്റെ മീനിങ്. നൗ ദി ടാസ്ക് ഈസ് കംപ്ലീറ്റഡ്. Okay, so the final stage ആണ് the most cruelest part. എന്താണ്? To snap out the roots and then to expose it in the sunlight. So the white part of the root എന്ന് പറയുന്നത് will turn to dark and it will turn to brown color. And then it will become hard, it will dry and then it will wither. അതായത് പൊടിഞ്ഞു പോവുകയും ചെയ്യും. Okay.
അപ്പോൾ അത് തിരിച്ച് വീണ്ടും ട്രീക്ക് പിന്നെ ഗ്രോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റി. ആൻഡ് നൗ വി ഹാവ് ക്രിയേറ്റഡ് എ ഹോളോഡ് എർത്ത്, അല്ലെങ്കിൽ വി ഹാവ് നൗ ക്രിയേറ്റഡ് എ ഹോൾ ഓൺ ദി എർത്ത്, അല്ലേ? എർത്തിൽ നമ്മളൊരു ഹോൾ തന്നെ ക്രിയേറ്റ് ചെയ്തു, ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ട്രീ നിന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പം ഓരോ സ്റ്റാൻസയ്ക്കകത്തും ഹി ഹാസ് ഡിസ്ക്രൈബ്ഡ് ഈച്ച് സ്റ്റെപ്സ് ടു കിൽ എ ട്രീ. Human beings are harsh towards nature, so the trees which helps us അല്ലെങ്കിൽ which help the environment, അതായത് പിന്നെ ട്രീസ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്താണ് ഒരുപാട് വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് കുറച്ചൊരു സമയം മതിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊല്ലണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ജാബ് ഓഫ് എ ആക്സ് മതി, കട്ട് ഓഫ് എൻ ആക്സ് മതി. പക്ഷേ നമുക്കതിന് കംപ്ലീറ്റ് ആയിട്ട് കൊല്ലണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മച്ച് മോർ ടൈം. അപ്പോൾ അത് ഓരോ സ്റ്റെപ്സും ഓരോ സ്റ്റാൻസയ്ക്കകത്ത് പറഞ്ഞേക്കുവാണ്. ലാസ്റ്റ് 2 സ്റ്റാൻസയ്ക്കകത്താണ് ദ മോസ്റ്റ് ക്രൂവലസ്റ്റ് പാർട്ട് ഓഫ് കില്ലിങ് എ ട്രീ അദ്ദേഹം പറഞ്ഞേക്കുന്നത്, അല്ലേ? അതിൻ്റെ റൂട്ട് വലിച്ചെടുത്ത് കൊല്ലുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു the poet is actually indirectly giving us a message. എന്തായിരുന്നു മെസ്സേജ്? സേവ് ട്രീ, സേവ് എൻവയോൺമെൻറ്റ്. ഇതാണ് പോയിട്ട് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. സേവ് ട്രീ, സേവ് എൻവയോൺമെൻറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ ചോക്കിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ശ്വാസം മുട്ടിക്കുക എന്നുള്ളൊരു വേർഡാണ് ചോക്കിംഗ്. ഇതൊക്കെ ഹ്യൂമൻ ബീയിങ്സുമായിട്ട് അല്ലെങ്കിൽ ലിവിങ് ബീയിങ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ചോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഒരു ട്രീയെ ശ്വാസം മുട്ടിച്ച് നമ്മൾ കൊല്ലുവാണ്, അതിൻ്റെ ചൂടത്തിട്ട്, വെയിലത്തിട്ട്, അല്ലേ? അതിൻ്റെ അടിഭാഗത്ത് എർത്തുമായിട്ട് അത് ഹിഡനായിട്ടിരുന്ന ഭാഗത്തിനെ നമ്മളെടുത്ത് വെളിയിലെടുത്തിട്ട് അതിനെ ശ്വാസം മുട്ടിച്ച് ഭയങ്കര ഹീറ്റും കൊടുത്ത് അതിനെ നമ്മൾ കൊല്ലുവാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ബ്രൗൺ കളറായിട്ട് മാറുന്നു, ഹാർഡൻ ചെയ്യുന്നു, അതിൻ്റെ ഇത് ട്വിസ്റ്റ് ചെയ്യുന്നു, വിതർ ചെയ്യുന്നു, അതായത് പൊടിയായിട്ട് മാറുന്നു. ആൻഡ് നൗ ദ ടാസ്ക് ഈസ് ബീങ് കംപ്ലീറ്റഡ്. ഓക്കെ. സോ ഇതാണ് ഇവിടുത്തെ പോയിന്റ്. ഇത് സേവ് ട്രീസ് അല്ലെങ്കിൽ സേവ് എൻവയോൺമെൻറ്റ്, ഇതാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒന്ന് നല്ല പോലെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ.